പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുടെ രാജിയിൽ പ്രതികരണവുമായി വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. രാജിവെക്കാൻ PC ചാക്കോയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നായിരുന്നു വനംമന്ത്രിയുടെ പ്രതികരണം. രാജിക്കത്ത് കൊടുക്കുന്ന വേളയിൽ അദ്ദേഹം തന്നെ വിളിച്ചിരുന്നു. രാജിവെക്കുന്നതിന് മുൻപ് ഈ കാര്യം തന്നോട് ചർച്ച ചെയ്തിട്ടില്ലെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് NCPക്ക് വളരെ നിർണായകമാണ്. പാർട്ടിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കേണ്ട എന്ന് കരുതിയാകും ചാക്കോ രാജിവെച്ചത്. പാർട്ടിയിൽ സ്പ്ലിറ്റ് ഉണ്ടാകുന്നതിനെക്കുറിച്ചും ആർക്കും ആലോചിക്കാൻ കഴിയില്ല. രാജിവെച്ചാലും എല്ലാവരും ചേർന്ന് ഒത്തൊരുമയോടെ മുന്നോട്ടു പോകും എന്നും വനംമന്ത്രി വ്യക്തമാക്കി. അതേസമയം PC ചാക്കോ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യപരമായി പെരുമാറണമെന്നും ആയിരുന്നു എന്നും ശശീന്ദ്രൻ വിമർശിച്ചു. സീനിയർ നേതാക്കന്മാരായ PC ചാക്കോ കേൾക്കണമായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പുറത്തുള്ള രാഷ്ട്രീയത്തിൽ ചാക്കോയ്ക്ക് സാധ്യതയില്ലെന്നും ശശീന്ദ്രൻ പറഞ്ഞു. അതേസമയം NCP പ്രസിഡന്റായി തോമസ് കെ തോമസിനെ നിർദ്ദേശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും യോഗ്യരല്ല എന്നും പൊതുജീവിതത്തിലെ അനുഭവവും പരിചയസമ്പത്തും പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ പ്രസിഡന്റിനെ തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും ശരത് പവാർ എന്ത് തീരുമാനമെടുത്താലും അതിനോട് പാർട്ടി അംഗങ്ങളെല്ലാം പൂർണ്ണമായി സഹകരിക്കുമെന്നും AK ശശീന്ദ്രൻ വ്യക്തമാക്കി. ആര് NCP പ്രസിഡന്റ് ആയാലും താൻ സഹകരിക്കുമെന്നും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി. അടുത്ത NCP പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള ചർച്ച പാർട്ടിയിൽ സജീവമാണ്. അതേസമയം മന്ത്രിമാറ്റ ചർച്ചയിലും അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പോൾ അത്തരത്തിലൊരു ചർച്ച പാർട്ടിയിലില്ല. ശരത് പവാർ തന്നോട് രാജിവെക്കാൻ പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും താൻ രാജിവെക്കും. പക്ഷേ മന്ത്രിസഭയിൽ NCPയുടെ പാർട്ടി പ്രതിനിധി ഉണ്ടായിരിക്കണമെന്ന ഒറ്റ ഉപാധി മാത്രമേ തനിക്കുള്ളൂവെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.